സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം, സൽക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ചൊരു സംഗതിയായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നും വേദനയോട് ആലോചിക്കുന്ന ഒരു സൽക്കാരുണ്ട്. പിന്നെയാണ് ഞാനത് അവസാനിപ്പിച്ച് പെട്ടുപോയതാ. പടച്ചോനെ, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. പുരുഷന്മാര് ഞങ്ങൾ 4-5 ആൾക്കാർ കൂടി ഇരിക്കാണ്. 10 ആളെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 സഹോദരിമാര് വന്നിട്ട് ഒരു ഇരുത്തങ്ങോട്ടിരുന്നു. ദുനിയാവിൽ ഇതുവരെ മുഖാമുഖമായിട്ട് ഒരു ബന്ധം കണ്ടിട്ടില്ല. നാറ്റങ്ങൾക്ക് ഒരു നാണെങ്കിലും വേണ്ട തലകെട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരെ മുന്നിൽ വന്നിരിക്കുമ്പോ നമ്മൾ എണീച്ചു. കാരണം ഇതെന്തോ സാധനങ്ങളാണ്, ഇതെവിടുന്നോ അല്ല പ്രത്യേകം പഠിച്ചാണ് പരീക്ഷണത്തിന് വേണ്ടി. നമ്മൾ എണീച്ചു. മതി ഭക്ഷണം. ഉള്ളിൽ പോയി കുറച്ച് ഭക്ഷണം വെച്ചിട്ട് ആചാര്യോട് പറഞ്ഞു, ആചാര്യ ഒരു വൃത്തികൾ കതിഞ്ഞ് കരുതിയാലും കുഴപ്പമൊന്നുമില്ല, മാതിരി പരിപാടിക്ക് ഇനി വിളിക്കരുത്, അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഒരു ഹയാവുണ്ട്. തിക്കിത്തിരക്കാണ്. സൽക്കാരത്തിന് ഞാനുണ്ട്, എനിക്ക് പോകണം. ദൂരില്ലെങ്കിലും കുഴപ്പമില്ല, അസറില്ലെങ്കിലും കുഴപ്പമില്ല, പോണം, എനിക്ക് അവിടെ എത്തണം, എല്ലാവരുടെ ഇടയിലും ഞെളിയണം എന്നൊക്കെ കാണണമൊക്കെ. എന്നിട്ട് അങ്ങോട്ട് ഇരിക്കാൻ കുടുംബക്കാരല്ലേ, അത് പ്രശ്നമൊന്നുമില്ല. ആണ് മുഷക്കരായിരുന്നോളി. ആരാണ് ഈ ഫത്വ? വലിയമാരും കുട്ടികളും ഉസ്താദുമാരും നാട്ടിൽ കുറച്ച് സാധുക്കളുണ്ട്. ഓല് വരുമ്പോ മാത്രം ഒരു മറ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ അള്ളാഹ് ദീനൊക്കെ പോയി. പിന്നെ അനാചാരങ്ങൾ. ആ ഉസ്താദ്മാരൊക്കെ ഒന്ന് പോയല്ലേ, ഞാൻ വരണ്ട വെച്ചാൽ ഇഞ്ഞൊക്കെ പരന്നിരുന്നാള്. പറയുന്നവന്റെ കാതിനിട്ടടിച്ചിട്ടൊരു ബറുക്ക് വെള്ളം കൊടുക്കണവന് മേലാലൊരു പന്തലും നിർണയിക്കാനോ നിയന്ത്രിക്കാനോ അവൻ വരരുത്. ആത്മബോധമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, കല്യാണത്തിലേക്ക് പാദമൂന്നുന്നവരോടും ഒരൊറ്റ ഹറാമിന്റെ ബന്ധവുമില്ലാത്ത കല്യാണം കഴിച്ചോ. അള്ള തരുന്ന മക്കള് സ്വാലിഹീങ്ങളാണ്. അവരെ കൊണ്ട് ദുനിയാവിൽ ആനന്ദിക്കാം, ആഖിറത്തിൽ സന്തോഷിക്കാം, ഖബറിൽ സന്തോഷത്തോടെ കിടക്കാം. അതല്ല മുഴുവൻ മുൻകറാത്തും മുഴുവൻ അനാചാരങ്ങൾക്കും വേണ്ടി പണമിറക്കിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും വേഷം കെട്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും കോപ്പ് കൂട്ടിയിട്ട് നീ അവിടെ ഒരു മാമാങ്കം കഴിച്ചോ. നാട്ടുകാരെതിർത്തിട്ടും നീ നിന്നില്ല, ഉസ്താദുമാർ ഉപദേശിച്ചിട്ടും വഴങ്ങിയില്ല, കാരണന്മാര് പറഞ്ഞത് കേട്ടിട്ടും വഴങ്ങിയില്ല. പിന്നെ നിനക്ക് പിറക്കുന്ന മക്കളില്ലേ, അവർ അനാചാരത്തിന്റെ തലതൊട്ടപ്പന്മാരാകും, ബിദ്അത്തിന്റെ കൊടികുത്തുന്ന മക്കളാകും. കാരണം അവർ വളർന്നത്, അവർ ജനിച്ചത് ശുദ്ധമായ അന്തരീക്ഷത്തിലല്ല. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം. ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരു വിഷയം ഈ ആർഭാടങ്ങളെ പറ്റിയാണ്, ആഭാസങ്ങളെ പറ്റിയാണ്. കല്യാണത്തിന് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ വിളിക്കാതിരിക്കുകയാണ് എനിക്ക് ഖൈറ്, ഞാൻ പെടുന്നത് വേറെ നേരം. എനിക്കൊരു പ്രശ്നമില്ല, വിളിച്ചില്ലാന്ന് ഒരു പരാതി ഞാൻ ദുന്യാവിലും പറയില്ല, ആഖിറത്തിലും പറയില്ല. സന്തോഷം. ഇവിടുന്ന് എത്രയും ദ്വാരം മുത്താലിമ്യങ്ങളെ കൂട്ടിയിട്ട് ഫാത്തി ഒരു നല്ലോണം ദ്വാരം തരാം, ഉറപ്പിൻ തരണ്ട ദ്വാരം തരാം. എന്നാലും ഇതിന് സാക്ഷിയായിട്ട് ആ ഒരു കുടുക്കം കൊടുങ്ങാന് അതാകൂല. ഞാൻ അവരൊന്നും നമ്മളെ നടക്കുക എല്ലാത്തിനും വന്നില്ലെങ്കിൽ പരാതിയില്ല, എന്താ വന്നില്ലെങ്കിൽ എന്താ, ഞാനും വന്നില്ലെങ്കിൽ എന്താ, ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, അനുസരിച്ച് നടത്തണം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. അൽ മുൻകരി, വിരോധിക്കപ്പെട്ട വിഷയം. കല്യാണത്തിന് നമ്മളൊക്കെ പോയിരിക്കുക, നിക്കാഹിന് പോയിരിക്കുക. പുതിയാപ്പിള ഇങ്ങനെ കയ്യൊന്നിച്ചു ആമീന്ന് പറയാൻ. മൂപ്പരല്ലേ ആമീനോട് കൂടുതൽ ബന്ധപ്പെട്ടത്. മലക്കിറങ്ങാനൊരു ചാൻസും ഇല്ല. 2 കയ്യിലും യഥാർത്ഥ പേരും ഉണ്ട്, വിളിപ്പേരും ഉണ്ട്, കുറെ ആരോമാർക്കും ഉണ്ട്, കുറെ അമ്പിളി അമ്മാമയുണ്ട്, വേറെ കുറെ സിഗ്നലും ഉണ്ട്. 2 കയ്യിലും ഹറാമ് കബീറത്ത് വെച്ച് തേച്ച് വന്നിരിക്കുക. എന്നിട്ടായിരുന്നിട്ട് ബാറക്കല്ലാഹു ലക്കുമാന്ന് പറഞ്ഞ ആമീ പറഞ്ഞു കിട്ടോ. സ്വാലിഹീങ്ങൾ സംബന്ധിക്കേണ്ട സദസ്സാ നിക്കാഹിന്റെ സദസ്സ്. കുടിയന്മാര് സംബന്ധിക്കേണ്ട സദസ്സല്ല, നിസ്കരിക്കാത്തവൻ വരേണ്ട സദസ്സല്ല, ഫാസിഖീങ്ങൾ വരേണ്ട സദസ്സല്ല. അവിടെ ഹാജരാകേണ്ടത് ജമ്മും മിൻ അഹ്ലി സ്വലാഹി വൽ ഖൈർ. ഇമാമിങ്ങൾ പഠിപ്പിച്ചു, സാത്വികരായ നല്ലവരായ സ്വാലിഹീങ്ങളുടെ ഒരു സംഘമാണ് അവിടെ വരേണ്ടത്. ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണത്. അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലുമാകണം നിക്കാഹ്. ഞാനിപ്പോ അടുത്താണ് ഇതൊക്കെ അറിഞ്ഞ്. എന്നോട് കല്യാണത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, നമുക്കിതൊന്നും അറിയില്ലല്ലോ കാര്യമൊന്നും, നമ്മളിത് രാവിലെ മുതലേ വൈകുന്നേരം വരെ അവിടെ പാട്ടാടാൻ കുത്തിരിക്കുന്നില്ലല്ലോ. ഭക്ഷണം കഴിച്ചപ്പോൾ ഉസ്താദേ സ്റ്റേജ് കണ്ടോന്ന് ചോദിച്ചു. ആ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു ഇത് കുറച്ചും താഴ്ന്ന ശരി, അത് നിക്കാഹിന് വെച്ചല്ലേ. നിക്കാഹിന് വെച്ചല്ലോ ഉസ്താദേ. അതെന്തിനാ? നിക്കാഹ് കഴിഞ്ഞ നേരത്തെ. ആ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്തിനാ? ആ അത് വേറെ എന്തോ ഒരു പേരാണ്, എനിക്ക് പേര് കിട്ടുന്നത്. നമ്മളെ